നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൈലൻഡോസ്കോപ്പിയെക്കുറിച്ചാണ്. ഒരുപക്ഷെ എൻ്റെ നേരത്തെയുള്ള വീഡിയോസിൽ സൈലൻഡോസ്കോപ്പി എന്താണ്, സൈലൻഡോസ്കോപ്പ് സിസ്റ്റം, അതായത് ആ ക്യാമറ എൻഡോസ്കോപ്പ് കുറിച്ച് ഞാൻ വിശദമായിട്ട് സംസാരിച്ചിരുന്നു. എനിക്കെന്നാൽ എൻ്റെ ചാനലിൽ കുറച്ച് ചോദ്യങ്ങൾ വന്നിരുന്നു. അതായത് സൈലൻഡോസ്കോപ്പി വഴി എല്ലാ കല്ലും നമുക്ക് നീക്കം ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ എന്താണ് സൈലൻഡോസ്കോപ്പി, എന്താണ് സൈലൻഡോസ്കോപ്പിയുടെ ഇൻഡിക്കേഷൻ, അതിനെക്കുറിച്ചൊന്ന് പറയാം. നമുക്കറിയാം, നമ്മുടെ ശരീരത്ത് സലൈവറി ഗ്ലാൻസ്, അതായത് ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, അതിനെയാണ് സലൈവറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. അത് മേജർ ഗ്ലാൻസ്, മൈനർ ഗ്ലാൻസ് ആയിട്ട് തിരിക്കുന്നു. അതിനകത്ത് ഉദാഹരണത്തിന് നമ്മുടെ പെറോട്ടിഡ് നമ്മുടെ കവളിൻ്റെ സൈഡിലുള്ള ഗ്രന്ഥികളാണ്. അതാണ് മേജർ സലൈവറി ഗ്ലാൻഡ്. അതുപോലെ സബ്മാൻഡിബുലർ ഗ്ലാൻഡ്, അത് വേറെ മേജർ സലൈവറി ഗ്ലാൻഡ്. അത് നമ്മുടെ താടിയുടെ അടിയിലുള്ള ഈ ഭാഗത്ത് രണ്ട് സൈഡിലും ഉള്ള ഗ്ലാൻഡാണ്. അതിന് പുറമെ നമുക്ക് മൈനറായിട്ടുള്ള ചെറിയ സലൈവറി ഗ്ലാൻഡ്സും ഉണ്ട്. അപ്പോൾ ഈ സലൈവറി ഗ്ലാൻഡ്സിനോടനുബന്ധിച്ചുള്ള വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് സലൈവറി കാൽക്കുലൈ അല്ലെങ്കിൽ സലൈവറി സ്റ്റോൺ, സലൈവറി ഗ്രന്ഥി അല്ലെങ്കിൽ സലൈവറി ഗ്ലാൻഡിനകത്ത് വരുന്ന സ്റ്റോണുകൾ, കല്ലുകൾ, അതിനെയാണ് കാൽക്കുലസ് എന്ന് നമ്മൾ മെഡിക്കലി വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോൺസ് ഗ്ലാൻഡിനകത്തോ ഡക്റ്റിനകത്തോ വന്ന് ഈ ഉമിനീര് ഫ്ലോ ചെയ്യുന്നതിനൊരു തടസ്സം ഉണ്ടാകാം, ഒരു ബ്ലോക്ക് ഉണ്ടാകാം. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഗ്രന്ഥിക്ക് വീക്കം വരാം. അപ്പോൾ അത് പലപ്പോഴും ആഹാരം കഴിക്കുന്ന സമയത്താണ് ഈ വീക്കം നമ്മൾ കാണപ്പെടുന്നത്. പെയിൻ കാണാം, ആഹാരം കഴിക്കുന്ന സമയത്തെല്ലാം ഗ്രന്ഥി വീങ്ങും, പിന്നെ അതിനുശേഷം അത് ചൊട്ടും. ഇതാണ് കോമൺ ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ. അല്ല, റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻസ് വരാം. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഒരേ ഗ്രന്ഥിയിൽ തന്നെ റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻസ്, ഈ പറഞ്ഞ പോലെ ആഹാരം കഴിക്കുന്ന സമയത്ത് സ്വെല്ലിംഗ് വരികയാണെന്ന് വെച്ചാൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നൊരു ഡയഗ്നോസിസാണ് കാൽക്കുലസ്. അപ്പോൾ ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കൺഫേം ചെയ്യുക. അതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശദമായിട്ട് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് കല്ലുണ്ടെന്നുള്ളതൊരു കൺഫർമേഷൻ കിട്ടിയാൽ നമുക്കൊരു പക്ഷേ ഇത് ട്രീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് സൈലൻഡോസ്കോപ്പി. അതായത് ആ കല്ല് മാത്രം നീക്കം ചെയ്ത് ആ ഗ്രന്ഥി അവിടെ നിലനിർത്തി ആ ഗ്ലാൻഡിനകത്തുള്ള ഒബ്സ്ട്രക്ഷൻ മാറ്റി കൊടുക്കുക. എന്നിട്ട് ആ ഗ്രന്ഥിയുടെ പ്രവർത്തനം പഴയ രീതിയിലോട്ട് ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞൊരു പ്രൊസീജിയറിൻ്റെ ഉദ്ദേശം. ഇത് എല്ലാ പേഷ്യൻസിനും പറ്റുമോ, അല്ല എല്ലാ കല്ലും എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് എല്ലാ കല്ലുകളും എടുക്കാൻ പറ്റില്ല. അതിൻ്റെ സൈസ് ഒരു ലിമിറ്റേഷനാണ്. ഒത്തിരി വലിയ സ്റ്റോൺസ് ആണെന്ന് വെച്ചാൽ ഒരു പക്ഷേ എൻഡോസ്കോപ്പിക്കലി എടുക്കുന്നതിനെക്കാട്ടിലും അത് ഓപ്പൺ ചെയ്ത് സ്റ്റോൺ റിമൂവ് ചെയ്യുന്നതാണ് ഒരു ഓപ്ഷൻ. രണ്ട്, ഈ പറഞ്ഞ പോലെ നമുക്കത് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ലൊക്കേഷനിലാണ്, ഒത്തിരി ഡീപ്പ്, ഒത്തിരി ആഴത്തിലിരിക്കുന്ന സ്റ്റോൺസ് ആണെന്ന് വെച്ചാൽ നമുക്കത് ഫ്രാഗ്മെൻറ്റ് ചെയ്യുക, അത് പൊടിച്ച് പീസ് ആക്കിയിട്ട് റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ സൈലൻഡോസ്കോപ്പി നമ്മൾ പലപ്പോഴും പ്യുവർലി സൈലൻഡോസ്കോപ്പി വഴി ചെറിയ കല്ലുകളാണെന്ന് വെച്ചാൽ നമുക്കത് എടുക്കാൻ പറ്റും. ഒത്തിരി വലിയ കല്ലുകളാണെന്ന് വെച്ചാൽ നമ്മൾ അത് പൊടിച്ച് പീസാക്കി റിട്രീവ് ചെയ്യാൻ ശ്രമിക്കും. ഇല്ല, നമുക്ക് പാൽപ്പേറ്റ്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന വലിയ ടൈപ്പ് കല്ലുകളാണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ്ലി വായുടെ അകത്തൂടെ തന്നെ നമുക്ക് ഇൻസിഷൻ ഇട്ടത് റിട്രീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. പ്യുവർ എൻഡോസ്കോപ്പി വഴി മാത്രം എല്ലാ കല്ലുകളും നീക്കം ചെയ്യാൻ പറ്റില്ല. ചില കേസുകളിൽ നമുക്ക് കമ്പൈൻഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് വേണം. അതായത് എൻഡോസ്കോപ്പ് ഇട്ട് കല്ല് ലൊക്കേറ്റ് ചെയ്ത്, കല്ല് ഒത്തിരി വലുതാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ വായുടെ അകത്തൂടെ തന്നെ നമുക്ക് ഒരു ഇൻസിഷൻ, ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി ഈ പറഞ്ഞ പോലെ സ്റ്റോൺ അവിടുന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ്, സൈലൻഡോസ്കോപ്പിയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് പുറമേ ഉള്ള ഇൻസിഷൻസ് കഴിവതും ഒഴിവാക്കുകയാണ്. രണ്ട്, നമ്മൾ ഗ്ലാൻഡ് അവിടെ പ്രിസർവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിലനിർത്തുകയാണ്, നമ്മൾ ഗ്ലാൻഡ് എടുത്ത് കളയുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. താങ്ക് യു.